Hey guys, we are Aliza. Welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഈ നോമ്പ് കാലത്ത് എല്ലാവരുടെ വീട്ടിലും അധികമായിട്ടുണ്ടാക്കുന്ന ഒരു വിഭവം പത്തിരി ആയിരിക്കുമല്ലേ. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന പത്തിരി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് തലേന്ന് ബാക്കി വന്ന കുറച്ച് പത്തിരിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പത്തിരിയൊക്കെ പരത്തുന്ന പലകയില്ലേ അതിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ദെൻ നമ്മൾ അതൊന്ന് കുറച്ച് പത്തിരിയൊക്കെ എടുത്ത് അതെല്ലാം ഒന്ന് കറക്റ്റാക്കിയിട്ട് ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ കത്തി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുക. ദെൻ വീണ്ടും അതിനെ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ പത്തിരികളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷമാണ് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പത്തിരി നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പത്തിരി പീസിൽ നിന്നും നമ്മളൊരു ചെറിയൊരു പീസ് എടുത്ത് ആ ഒരു എണ്ണയിലേക്ക് ഇടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇടുന്നതോടുകൂടി അത് പെട്ടെന്ന് പൊന്തി വരും. അങ്ങനെ പൊന്തി വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണ അതിനുള്ളൊരു പാകമായിട്ടുണ്ട്. ഇതിനൊരു ഗോൾഡൻ കളർ ആ ഒരു നിറമായതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനൊരു ഗോൾഡൻ കളർ ഷെയ്ഡ് വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിത് എണ്ണയിൽ നിന്നും എടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ, അതൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി വന്ന ആ പീസസും കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇടും. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള പീസസൊക്കെ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗോൾഡൻ കളർ ആവുന്നത് വരെയും അത് ആ ഒരു എണ്ണയിൽ കിടക്കണം. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഇപ്പം നമ്മൾ എല്ലാതും എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ക്രിസ്പി ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്കിത് കഴിക്കാനൊക്കെ പറ്റും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കഷ്ണം ശർക്കര നമുക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക.
അപ്പോൾ ഇത് മെൽറ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിത് നല്ല ശർക്കര പാവ് പോലൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കുറച്ചൊക്കെ മെൽറ്റായി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ആ പൊരിച്ച് വെച്ചതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശർക്കര ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആ പൊരിച്ച് വെച്ചിട്ടുള്ള പത്തിരി പീസസൊക്കെ ഇടാൻ പോവുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു ബൗളിലേക്കൊക്കെ നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.